വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യഘട്ടത്തിന് ആവശ്യമായുള്ള 31 ക്രെയിനുകളും എത്തിച്ചു കഴിഞ്ഞു. കൊളംബോയിൽ നിന്ന് ഒരു ക്രെയിൻ കൂടി എത്തുന്നതോടെ തുറമുഖത്തിൻ്റെ ട്രയൽ റൺ തുടങ്ങും. അടുത്ത മാസം പകുതിയോടെ ട്രയൽ റൺ നടത്താമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ഹരികൃഷ്ണൻ മോർണിംഗ് ഷോയിൽ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഹരികൃഷ്ണൻ. അതുപോലെ നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയും എന്നാണോ ഹരികൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നത്? പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. അതായത് നമ്മൾ അങ്ങനെ തന്നെ വേണം കരുതാൻ. അതായത് ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആദ്യഘട്ടത്തിന്റെ ഈ എല്ലാ പ്രവർത്തനങ്ങളും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പൊ നമുക്കിവിടെ ഈ ദൃശ്യങ്ങൾ കാണാം. ഞാനിപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആ ക്രെയിൻ സ്ഥാപിച്ചിരിക്കുന്നതിന് തൊട്ട് താഴെയുള്ള തീരത്താണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇന്നലെ ഏകദേശം 4 ക്രെയിനുകൾ കൂടി ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. ഈ ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ 34 എന്ന കപ്പലിലാണ് 4 ക്രെയിനുകൾ കൂടി എത്തിച്ചിട്ടുള്ളത്. അതിൽ 2 എണ്ണം യാർഡ് ക്രെയിനുകളും 2 എണ്ണം ഷിപ്പ് ടു ഷോർ ക്രെയിനുകളുമാണ്. അതുകൂടി എത്തിച്ചതോടെ ആദ്യഘട്ടത്തിന് ഏതാണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രെയിനുകളും എത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി ഒരു ക്രെയിൻ കൂടി എത്താനുണ്ട്. അത് ഈ മാസം കൊളംബോയിൽ നിന്നാണ് എത്തിക്കുന്നത്. ഇന്നലെ ഈ ക്രെയിനുകൾ എത്തിയോടുകൂടി ഈ ചൈനയിൽ നിന്ന് ഏതാണ്ട് 7ാമത്തെ കപ്പലാണ് ഇവിടോട്ട് ക്രെയിനുമായി എത്തുന്നത് എന്നുള്ളതാണ്. ഈ ജൂൺ മാസത്തോടുകൂടി, അതായത് ജൂൺ പകുതിയോടുകൂടി തന്നെ ട്രയൽ റൺ ഈ ചരക്കുകളുടെ കയറ്റിറക്കലുമായി ബന്ധപ്പെട്ടുള്ള ട്രയൽ റൺ നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ തുറമുഖ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അതുകൂടി ഈ കൊളംബോയിൽ നിന്നുള്ള ഈ ക്രെയിൻ കൂടി എത്തുമ്പോഴേക്കും ഏതാണ്ട് ജൂൺ പകുതിയോടുകൂടി ഇതെല്ലാം ഇതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ, ഇൻസ്റ്റാളേഷൻ പോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കുന്നു കൂടിയാണ് കമ്പനിയുടെ ഒരു പ്രതീക്ഷ. ജൂണിൽ ഇത് പൂർത്തിയായില്ലെങ്കിൽ ഓഗസ്റ്റോടുകൂടി, അതായത് ഓണത്തോടുകൂടി ഈ തുറമുഖത്തിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് കൂടിയാണ് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ 2 ബാർജുകൾ ഈ ആദ്യഘട്ട പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഈ കയറ്റിറക്കലിന് വേണ്ടിയിട്ട് 2 ബാർജുകൾ കൂടി എത്തിക്കും. അത് മാത്രമല്ല, ഇവിടെ ഈ പുലിമുട്ടിന്റെ നിർമ്മാണം നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഏതാണ്ട് 3 കിലോമീറ്റർ നീളത്തിലുള്ള പുലിമുട്ടുകളുടെ നിർമ്മാണമാണ്. അത് ഏതാണ്ട് പൂർത്തിയാക്കി. അതും ഇതിന് സഹായകരമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഈ ക്രെയിനുകൾ ഈ ചരക്കുകൾ കയറ്റിയിറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ട്രയൽ റണ്ണൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അതും ആവശ്യമായിരുന്നു. അതും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ കൂടി നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് ഉടൻ തന്നെ അതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കും എന്നുള്ളത് തന്നെയാണ്. അതുമാത്രമല്ല, ഇതിന്റെ ഈ സാങ്കേതിക വിദഗ്ധരും യന്ത്രങ്ങളും അടക്കമുള്ളവ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് തുറമുഖ കമ്പനി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ സെമി ഓട്ടോമാറ്റിക് സംവിധാനത്തിലാവും ഈ ക്രെയിനുകൾ അത് ഇവിടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിനൊരു പ്രത്യേക കൺട്രോൾ യൂണിറ്റ് അടക്കം ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടം ഉടൻ തന്നെ നടക്കും എന്നുള്ളത് തന്നെയാണ് ഈ തുറമുഖ വകുപ്പ് കമ്പനി അധികൃതർ അറിയിക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു ഹരികൃഷ്ണൻ.